അസ്സലാമു അപ്പോൾ ബലിപെരുന്നാൾ തെക്ബീറിൻ്റെ അലിയലുകളൊക്കെ ഇങ്ങനെ പള്ളിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. 8 മണിക്കാണ് നിസ്കാരം. അപ്പോൾ കൂടുതൽ വർത്തമാനം കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഫ്രഷ് ആവുന്നു, നമ്മൾ പള്ളിയിൽ പോകുന്നു. ഇതാണ് നമ്മുടെ പെരുന്നാൾ ഡ്രസ്സ്. പള്ളിക്കൊക്കെ നമ്മളിപ്പോൾ കുറച്ച് കാലമായിക്കാണ്ട് തുണിയായിട്ടിടല്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കംഫർട്ട് ഫീൽ അതൊന്ന് വേറെ തന്നെ. അതുകൊണ്ടാണ് വേറെ ഒന്നുകൊണ്ടല്ല. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാണ്. ഇന്ന് പെരുന്നാൾക്ക് പഠിച്ചോനെ ഇതേപോലെയുള്ള ഷർട്ട് വേറെ അടിച്ചുണ്ടാവരുതെന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യമില്ല, നമ്മൾ ഫുൾ വെറൈറ്റിയാണ് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് എടുക്കാൻ നോക്കല്. വെറൈറ്റി എടുക്കണ്ടല്ല, ഒപ്പം പോണ ആൾക്കാർ എന്തിട്ടാലും ഇതെങ്ങനെയുണ്ട്, പൊളി, ഒരു രക്ഷയില്ല. ആ ഒരു വർത്താനാണ്. ഞങ്ങൾ സത്യം പറയുകയാണോ നുണ പറയുകയാണോ ഒന്നുമില്ല. എന്തായാലും എത്രയൊക്കെ ആയാലും നമ്മൾ ലാസ്റ്റ് പെരുന്നാളിൻ്റെ തലേന്നാവും സാധനം എടുത്ത് കണ്ടായി കിട്ടാൻ. പിന്നെ ഇപ്പോൾ കാട്ടുക, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. നാളെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനത്തെ ഒരു കോലത്തിലേക്കാണ് നമ്മൾ പോകലും സാധനം എടുക്കലൊക്കെ. പിന്നെ അങ്ങനെ പോവന്നെ. ഓക്കെ, ഇത് വേറെ ഫോട്ടോ എടുത്ത ചേട്ടാ കുട്ടയച്ചല്ല ആ പുടുത്തം പോരെ. പേരുണ്ട് കാണിച്ച അവിടെ എത്ര നേരം നിന്നല്ലോ. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ്. അവിടെ ഒരു സംഘം ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും എപ്പോഴും ഒരു ക്വസ്റ്റ്യനാണ് ഉള്ളത്. ഈ പ്രാവശ്യം നമ്മൾ പള്ളീൻ്റെ അവിടെ കുറച്ച് ഫോട്ടോ എടുത്തു കണ്ടില്ലേ. അപ്പോൾ 5 വെയിൽ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു വൈബ് വർത്തനാണല്ലോ. ഇനി നമ്മളെ ഫോട്ടോഷൂട്ട് ഏരിയയിലേക്ക്. അടച്ചോനെ ഫോട്ടോഷൂട്ടിൻ്റെ വേറുണ്ട്. ഞാൻ എന്തിനു വരുന്നു അറ്റേലേനാ ഇവനിന്ന് ഇപ്പോൾ തുണിയല്ലേ ആദ്യം പാൻറ് ഇട്ട് കാണണ്ട പെരിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ അവൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങൾ പാൻറ് ഇട്ട് കാണണമെങ്കിൽ പള്ളിക്കൊക്കെ പോകണ്ടാന്ന്. അപ്പോൾ എന്താ സംഗതി വെച്ചപ്പോൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ പാൻറ് ഇട്ടാൽ നിങ്ങൾ 15 കൊല്ലം ചെറുപ്പായ ഭാര്യയാണ് പടച്ചോനെ. അപ്പോൾ അവൻ വന്ന് കാണാന്നപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മരിച്ചാൽ മേടിച്ചാൽ പെണ്ണുങ്ങൾ എനിക്കൊന്നും ചെല്ലി തരില്ല, മറ്റേ സമ്മർദ്ദം ഒന്നും തരുന്നില്ല. ഓളൊന്നും നാളെ പാൻറ് ഇട്ട് എന്നാൽ 15 കൊല്ലം കൂടി എന്നെ മാപ്പിളിനെ കിട്ടില്ല. ഓരോരോ ടീമുകളെ ശരിക്കും എൻ്റെ വയസ്സ് 35ആണ്. ഇനി പാൻറ് ഇട്ടാൽ അത് നേരെ 20 ചുരുങ്ങുന്ന പറഞ്ഞത്. എത്താപ്പോൾ കാട്ടുക. പിന്നെ കുട്ടികളുണ്ട് കേട്ടോ, കുട്ടി ഒന്നുള്ളൂ. പറയാം കൊണ്ടുപറയും. ഇന്ന് വലിയൊരുനാളിൻ്റെ ചോദിച്ചാണ് നേരെ സൗദി പോകുന്നത്. എത്ര കാലത്ത് അമ്മിച്ചാടി ഇത് പറക്കുമ്പോ പെരുന്നാളെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടി കൂടി നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ഫാമിലി ചങ്ങായിമാർ കാര്യങ്ങൾ അങ്ങനെ എല്ലാവർക്കും പോയിക്കാണ്ട് ഇങ്ങനെ ഒരു ബന്ധങ്ങളും കൂടി ഒന്നാണ്ട് ഇതാക്കുന്ന അതൊക്കെ പങ്കുവെക്കുക. എല്ലാവരും കണ്ട് വീടുമ്പാറൊക്കെ പറയുക. എല്ലാവരും ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർ ഇതൊക്കെ മാക്സിമം പെരുന്നാളിൻ്റെ സമയത്ത് നാട്ടിലെത്തുന്നുണ്ട്. പെരുന്നാൾ തന്നെയാണ്. നമ്മളിപ്പോൾ എല്ലാവർക്കും പോയി കാര്യങ്ങളൊക്കെ കഴിച്ച് സമയത്താണ് അച്ചു വിളിക്കുന്നത്. അവിടെ എല്ലാവരും കൂടി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തിരിച്ച് സ്റ്റുഡിയോ ഭാഗത്ത് വെച്ച് നമ്മൾ ഹോംസിലേക്കാണ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ട് പോകണം. അല്ല് പൊട്ടിക്കൊണ്ട് കാണാൻ പ്രത്യേക ഒരു നേക്കന്നാണ്.
അല്ല അതേമാതിരി നാക്കിക്ക വളമ്പ ഞാൻ ഉഷാറാണേ. അല്ലടാ വേറെ നോക്കിയാ ആ തട്ടിക്ക് ചോറ് എടുത്തോ. ആ ഇല്ല അല്ല ഇത് പീസ് താഴത്തും സാധനം മേലെ അയക്കാരം. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ ഇപ്പോൾ ഒരു ആശയമുള്ളു ഐഡിയാസിന്. വേറെ പാത്രം ഉണ്ടോ? ആ മിക്സ് ആക്കുമ്പോൾ എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് പറയാൻ കഴിയൂല മോനെ. അത് അത്രയും താഴത്താണ്. യെസ് കുന്തോ അറബിയെ ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. രസം പറയാ പിന്നെ അറബിനെ കൊണ്ട് കാര്യമില്ലല്ലോ. എടാ പെടും. ഓക്കെ അപ്പൊ കോഴ്സ് ഒക്കെ ചോദിക്കട്ടാ എവിടെ പറയാനാ അതൊക്കെ നമുക്ക് കോഴ്സ് പരിപാടി കഴിഞ്ഞു. അല്ലാ കടയിൽ ശരിക്ക് ഓരോട് അറബിയിലങ്ങൾ സംസാരിച്ചേ. അപ്പൊ പൈസ എടുത്തൊടുക്ക വേണ്ടേ? അങ്ങനെയാണ് എടുക്കൂല. ഗിഫ്റ്റ് പോയി ഉള്ളിയോ ആ പ്ലേറ്റ് കൊണ്ട് വിളിച്ചോ. പ്ലേറ്റ് കൊണ്ട് വിളിച്ചോ. സെറ്റപ്പിൽ ഉണ്ടോ ജ്യോതിയ? പിന്നെ ഏത് പരിപാടി ഉണ്ടെങ്കിലും ആൻസിലോട് ഞങ്ങൾക്ക് വേറെ ആളെ ആവശ്യം ഉണ്ടാവില്ല. ഓണത്തിനിടയ്ക്ക് കുട്ടി കച്ചവടം എന്നുള്ളത് എനിക്ക് ആ നേരത്തെ കുതിരും വന്നിങ്ങനെ. അല്ല വാണ്ടിക്കാട് കുഞ്ഞാന്റെ മാറി ഇങ്ങനെ ആട്ടെ. ഞാൻ ഫോൺ വാങ്ങിക്കും. ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ നമ്മളൊന്ന് മയങ്ങി എണീറ്റപ്പോഴേക്ക് നമ്മുടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ മ്യാരൊക്കെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അറബിയാണെങ്കിൽ വിശ്രമത്തിലാണ്. ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കിക്കണം. ഇനിയിപ്പോൾ ഒരു ഈദ് മുബാറക്കിൻ്റെ റീൽ ഉണ്ടാക്കാമല്ലോ, അതിന് വേണ്ടിയുള്ള പത്രപ്പാടിലാണ്. അപ്പോൾ റീൽ എടുക്കുന്ന സമയത്ത് ബിഹൈൻഡ് ദ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്കനെ ഏൽപ്പിച്ചിട്ടാണ് പോണേ. സംഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അറബി ഉണ്ടല്ലോ ഷാനിബ് അമ്മേ ഓനിപ്പോൾ മഞ്ജു പറഞ്ഞു കൊടുക്കണ പോലെ ചെക്കനൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇടങ്ങാറാവുണ്ടല്ലോ. ബാക്കിലൊക്കെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ പോകുന്നു, ഫോൺ ഇങ്ങനെ എടുക്കുന്നു, ഇനി അങ്ങനെ തിരിച്ചു വരും നമ്മുടെ അടുത്തേക്ക്. ഫോൺ നമ്മൾ ടച്ച് ചെയ്ത് കണ്ട് ക്യാമറ ഓണാക്കിയില്ലേ? ആ സെറ്റാക്ക് മോനെ, പവർ വരട്ടെ പെട്ടെന്ന്. ഓ സെക്കൻഡ് കൂടിയിട്ട് മോനെ. ഓക്കെ അതാ ഓനെ സാധനം അവിടെ വെച്ചു. അച്ചുമുട്ടിയൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഓക്കെ ഇനി വന്നു. ഇനി എല്ലാവരും പോസ് ചെയ്യും. അൽഹംദുലില്ലാ അങ്ങനെ നല്ലൊരു ഉറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വലിയ പെരുന്നാൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ കുറച്ച് നല്ല ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പെരുന്നാൾ കൂടി കടന്നു പോയി. എല്ലാവർക്കും ഈദ് മുബാറക്. കണ്ടില്ലേ നമ്മളെ അറബിൻ്റെ മോതിരം കഴിയുമ്പോൾ തന്നെ ഉണ്ട്. അത് ചെറുക്കനെ എടുത്തോന്ന് പറഞ്ഞു. എത്തപ്പോൾ കാട്ടരല്ലേ ഓരോരോ ആൾക്കാരൊക്കെ ആയാൽ. നല്ല പൊട്ടലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പുറത്ത്. ഫുള്ള് ഇതാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നല്ല അടിപൊളിയൊക്കെ ഉണ്ട് വർണ്ണങ്ങൾ കൊണ്ടുള്ള ഒരു
ഏഴ് അഴക് തീർത്തു ആകാശത്ത് വിസ്മയിലൊക്കെ. പിന്നെ ചടക്കം കാര്യങ്ങൾ, സൗണ്ട് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ ഓരോരുത്തർക്ക് ഓരോ താല്പര്യമല്ലേ, എല്ലാ താല്പര്യത്തെയും നമ്മൾ ബഹുമാനിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയേ ഉള്ളൂ നമ്മൾ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഗ്യാപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട്, എന്താ ചെയ്യുക, ജോലി തിരക്ക് കാര്യങ്ങൾ ഓരോന്നായിട്ട്. എന്നാൽ ചെറിയ ചെറിയ കൊച്ചു വിശേഷങ്ങളൊക്കെ നമ്മൾ മാക്സിമം അതിലേക്ക് ഇനി അറിയിക്കാനും ഇതാക്കാനും കുറേ പരിപാടികളുണ്ട്, ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഭയങ്കര ഉഷാറാണ്. പക്ഷേ നമ്മൾ സ്വന്തം കാര്യത്തിലാണെന്നുണ്ടെങ്കിലോ ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ എന്തായി, നമുക്ക് നമ്മളൊരു സ്നേഹം ചേർത്താളായി. എൻ്റെ ഒരു ഫിലോസഫി ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വേണ്ടി തരോടാ നമ്മളോട്. കാരണം എന്താ, നമ്മളെ സ്നേഹിച്ചാലേ ബാക്കിയുള്ളവർക്ക് നമ്മളെ ഇഷ്ടം ഉണ്ടാവുള്ളൂ. നമുക്ക് തന്നെ നമ്മളൊരു വില ഇല്ലാന്നുണ്ടെങ്കിൽ, മീൻസ് നമുക്ക് തന്നെ നമ്മളൊരു വില ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എങ്ങനെ നമ്മളൊരു വില ഉണ്ടാവുക? ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ എന്നോട് തന്നെ പറയാൻ തുടങ്ങി. അതിൻ്റെ മാറ്റങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വാതി പഠിച്ചോൻ വാതിന്നല്ലേ, പഠിച്ചോൻ തരുന്നുള്ള പ്രതീക്ഷകൊണ്ട് എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്താൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നമ്മളെ ബെല്ലൈക്കണ് കാര്യങ്ങളൊക്കെ അമർത്തിയിട്ട് കൂടെ തന്നെ കട്ടൊക്കെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ്സ് സൈനിങ് ഓഫ്.